എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാണ്. എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. ഒപ്പം നിങ്ങളുടെ തിരുമേനിമാരും ഒക്കെ അതിൽ സന്നിഹിതരായിരുന്നു, മതവിശ്വാസികളുമൊക്കെ. എന്നാൽ നിങ്ങൾ അതിനിപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം മന്ത്രിമന്ദിരത്തിൽ നിങ്ങൾ സുഖമായി AC-ക്കുള്ളിൽ സുഖനിദ്രയിലുള്ളപ്പോൾ കുറച്ച് പാവം പിടിച്ച ആൾക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ മോശമായ കാലാവസ്ഥയെ അതിജീവിച്ച് അവരുടെ കഷ്ടപ്പാടിനുള്ള ശരിയായ ഒരു വേതനം ലഭിക്കാൻ വേണ്ടി അവർ പെടാപ്പാട് ചെയ്യുകയാണ്. അവരെ സഹായിക്കും. അവർക്ക് വേണ്ടി നിങ്ങൾ എവിടെയോ പോകണമെന്ന്, നിങ്ങൾ ഡൽഹിക്ക് പോയിട്ട് നിങ്ങൾ വേറെ ഏതോ ഡിന്നർ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത് പിന്നെയാണ് മനസ്സിലായത്. നിങ്ങൾ ക്യൂബൻ പ്രതിനിധികളെ കാണാൻ വേണ്ടി നിങ്ങൾ പോയതുപോലെ തിരിച്ചു വന്നു. പത്രക്കാർ നിങ്ങളെ സമീപിച്ചപ്പോൾ കുറേയധികം മുട്ടുന്യായങ്ങൾ നിരത്തി നിങ്ങൾ അവരുടെ മുന്നിൽ നിന്നും പോയി. നിങ്ങൾ പണ്ട് ഈ ന്യൂസ് റീഡറായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ വാക്ക് സാമർഥ്യം ഒത്തിരിയുണ്ട്. നിങ്ങളതിപ്പോൾ ശരിക്കും അതാണിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരിക്കലും ഉലയാത്ത ഒരു കപ്പലിലാണ്. ആ കപ്പലിന് ഒരു ക്യാപ്റ്റനുണ്ട്. ക്യാപ്റ്റൻ്റെ കപ്പൽ ഇപ്പോൾ ആടി ഉലയുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ കപ്പൽ അവസാനം ഒരിക്കൽ കരയിലേക്ക് കയറ്റി വയ്ക്കും. ഒരുപക്ഷെ അതിൻ്റെ തുരുമ്പിൻ്റെ വില പോലും കിട്ടില്ല. അതിൽ യാത്ര ചെയ്യുന്ന സഹയാത്രികരായ നിങ്ങൾക്കും നിങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾക്കും അവസാനം കിട്ടുന്നത് തുരുമ്പിൻ്റെ വിലയായിരിക്കും. അതാണിപ്പോൾ ഓരോ ഭാഗത്തും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, നിങ്ങളോടൊപ്പമുള്ള തിരുമേനിമാരോടും ഒന്ന് പറയുന്നു, ഇതൊരു വിശുദ്ധ വാരമാണ്. ഈ വിശുദ്ധ വാരത്തിലെങ്കിലും സ്വയം ഒന്ന് ചെയ്ത തെറ്റുകളെ, ചെയ്യുന്ന അബദ്ധ പ്രഖ്യാപനങ്ങളെ ഒന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പ്രായശ്ചിത്യം തരയണം. അതിൽ നിന്ന് എന്നെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണേ എന്ന് നിങ്ങളൊന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ തിരുമേനിമാരോടും പോയി പറയും, ഞാൻ ചെയ്ത ഇതിന് എന്താണ് എനിക്ക് പ്രായശ്ചിത്യം കിട്ടുക. ഒരു പക്ഷെ അവർ പറഞ്ഞു തരും. കാര്യം, നിങ്ങൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി, ഈ പാവം പിടിച്ച ഈ ആശാ വർക്കർമാരാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവർക്കുമുണ്ട് കുട്ടികളും പരാധീനങ്ങളും. അവരെ പട്ടിണിക്കിട്ട് നിങ്ങൾ എന്ത് നേടാനാണ്? നിങ്ങൾ നേടില്ല. നിങ്ങൾ പലതും നഷ്ടപ്പെടുകയാണ്. പിന്നെ നിങ്ങളുടെ ഒരു കപ്പിത്താനുണ്ടല്ലോ, ആ കപ്പിത്താനും കണക്കാണ്. ആ കപ്പിത്താൻ വെല്ലുവിളിച്ച് നടക്കുകയാണ്. ഒരു ഭരണതലത്തിലിരിക്കുന്ന ഒരു പ്രധാന കപ്പിത്താൻ പാവം പിടിച്ചവരെ വെല്ലുവിളിക്കുകയാണ്. എത്ര ദിവസമായിട്ട് ആ റാങ്ക് ഹോൾഡേഴ്സ്, എന്തോ ഒരു കഷ്ടപ്പെട്ടവരുടെ റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ വന്നപ്പോഴും അവർക്ക് ഒരു വില പോലും കൊടുക്കാതെ അവരെ വെല്ലുവിളിച്ച് നടക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ കപ്പിത്താൻ ചെയ്യുന്നത്. നിങ്ങളുടെ കപ്പിത്താൻ പറയുന്നത് കേന്ദ്രം സഹായിക്കട്ടെ. കേന്ദ്രം സഹായിക്കുന്നു, കടം വാങ്ങുന്നു ഒക്കെ. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു, നിങ്ങളുടെ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നു. ഇതിൽ ആവശ്യമില്ലാത്ത മാമാങ്കൾ നടത്തുന്നു. ഇപ്പോൾ വേറൊരു സംവിധാനം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ മയക്കുമരുന്ന് ഒരു ക്യാമ്പയിൻ, അതിനിപ്പോൾ കുറച്ച് മൊത്തം അങ്ങോട്ട്
വേസ്റ്റാക്കിയാണ് പൈസ. നിങ്ങളുടെ ക്യാമ്പയിൻ കൊണ്ട് എന്ത് ബെനിഫിറ്റുണ്ട്? ഡെയിലി കിട്ടുന്ന ഓരോ ഈ കേസുകൾ ഒരു സൈഡിൽ പിടിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഈ മയക്കുമരുന്നിൻ്റെയും മറ്റും വിതരണം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഒരു മന്ത്രി സ്റ്റാർ ലെവലിൽ കള്ളി ഷാപ്പും തുടങ്ങുന്നു. കള്ളി ഷാപ്പ് നല്ല ഒരു ഫിറ്റാണെങ്കിൽ അതിൽ കഞ്ചാവിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. പണ്ട് കേട്ടുള്ളതാണ്. ഇനി ഇവിടെ പൈപ്പ് ഈ കള്ള് ഷോപ്പുകൾ സ്റ്റാർ മോഡലാകുമ്പോൾ അതിനിത്തിരി വീര്യം വേണം. വീര്യം വേണമെങ്കിൽ ഈ കഞ്ചാവിൻ്റെ ആവശ്യം വരും. അത് ഒരു സൈഡിൽ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കും, മറ്റൊരു സൈഡിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് നടക്കും. എന്താണ് ഈ പ്രദർശനം? മനുഷ്യനെ വെറും വിഡ്ഢികളാക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഓരോ പ്രോഗ്രാമിനും ഓരോ ടൈറ്റിൽ കൊടുത്ത് ഓരോ മാമാങ്കങ്ങളും നടക്കുമ്പോൾ അതിനെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാധ്യമക്കാരെ വിളിച്ചിരുത്തി അവർക്ക് പരസ്യം കൊടുക്കുക, കോടികളുടെ പരസ്യം കൊടുക്കുക. ഈ കോടികളുടെ പരസ്യം കൊണ്ട് മാത്രം നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നും നടക്കില്ല. അതിൽ നിങ്ങളുടെ പ്രതിച്ഛായ തകർന്നു പോകത്തേ ഉള്ളൂ. നിങ്ങളതിനെ തകർക്കാതിരിക്കുക. പിന്നെ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത അവരെ നിങ്ങൾ ഫൂളാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. എനിക്ക് ഈ നിങ്ങളുടെ ഒരു സഹയാത്രികയുള്ള ഈ ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത്, അത്യാവശ്യത്തിനുള്ള മരുന്ന് വരെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം അവർക്ക് കാശ് കൊടുക്കണം. ആ ക്യാഷ് വരെ കൊടുക്കാത്ത ഒരവസ്ഥയിൽ പാവം പിടിച്ചവർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ ക്യൂ നിന്ന് OP ടിക്കറ്റ് കൊടുത്ത്, അതുമല്ല OP ടിക്കറ്റിന് എന്തോ പൈസ കൂട്ടുകയോ അല്ലെങ്കിൽ അത് കൂട്ടുമെന്നോ എന്ന് പറഞ്ഞ് കേൾക്കപ്പെടുന്നു. എന്തായിരുന്നാലും ആരോഗ്യമന്ത്രി നല്ല ഓരോരോ പ്രസ്താവനകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അവരേതോ ഒരു ലോകത്താണ്. ഈ ആരോഗ്യം എന്ത് നടക്കുന്നറിയും. ഇടയ്ക്ക് എങ്ങാണ്ട് ഒരു വേഷപ്രശ്നം നടത്തി എവിടേക്കോ ചെറിയ ഷോർട്ട് വിസിറ്റും ചെയ്തതുപോലെ കേട്ടു. ഇതൊന്നും പ്രായോഗികമല്ല. ഇനിയെങ്കിലും ഈ വിശുദ്ധ വാരത്തെ ഓർത്തെങ്കിലും എന്തൊക്കെ അപാകതകളാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അവനൊരു പുനർചിന്ത ചെയ്യുക. ഇനി മേലിൽ നിങ്ങളിൽ കൂടി മറ്റൊരു കുടുംബത്തിനോ പട്ടിണിപ്പാവങ്ങൾക്കോ ഒരു ദോഷം വരുത്തരുതേ. അത് വരാതിരിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് തരണേമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഒന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ അറിവ് ശരിയാണ്, നിങ്ങൾക്ക് എന്തോ ചെറിയൊരു വിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോട് ചേർന്നതാണ്. അപ്പോൾ പിന്നെ ആ വിശ്വാസമൊക്കെ ചിലപ്പോൾ പൊയ്ക്കണം. എന്നാൽ നിങ്ങൾക്ക് മന്ത്രിപദം ആകുന്നതിന് ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെയൊക്കെ ഫ്രണ്ട് വെച്ച് നിങ്ങൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞയൊക്കെ നടത്തി. എന്തായിരുന്നാലും കൊയ്യുന്നതേ വിതയ്ക്കൂ, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ഇതെല്ലാം ബൈബിൾ പറഞ്ഞിട്ടുള്ള കൊട്ടേഷനിലാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഒരേ ഒരു വഴി, നിങ്ങളുടെ തിരുമേനിയോടും അവരോടൊക്കെ പോയി പറയുക, എനിക്ക് തെറ്റുപറ്റിയപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് പ്രായശ്ചിത്തം കഴിഞ്ഞാൽ അവരോടൊക്കെ എന്തെങ്കിലും ഉപദേശിച്ചു തരും. സാധിച്ചാൽ നിങ്ങളുടെ കപ്പിത്താനോട് പറഞ്ഞു, ആ റാങ്ക് ഹോൾഡേഴ്സിനും ആ ആശാവർക്കർമാർക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയുക. ഇതില്ലെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ജന്മമല്ല, അടുത്ത ജന്മവും. അത് വരാതിരിക്കട്ടെ. അതിനുവേണ്ടി ഈ വിശുദ്ധ വാരത്തിൽ ചെയ്ത തെറ്റിന് മാപ്പ് തരാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ.